വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. നിങ്ങള് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ. കല്യാണം കഴിച്ചു എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഓർക്കുന്നു. ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. അതിനൊന്നും ഇല്ലേ? അപ്പോ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇത് അവിഹിതമായിരുന്നോ? ഇത് അവിഹിതമായിരുന്നോ? ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. ഇത് അവിഹിതമായിരുന്നോ? അവിഹിതം, ഇൻഫെഡലിറ്റി. ഒരു അവിഹിതമായിരുന്നോ? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒന്നും പണയണ്ട. കേരളത്തിൽ നിങ്ങളെ കൊണ്ടുള്ള ആൾക്കാരുടെ ചിന്തയും ചോദ്യങ്ങളും ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാത്തിന്റെ മെയിൻ കാര്യം. അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? ഇമ്മാതിരത്തെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ എന്നെ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചൊറിയേണ്ട ഒരു കാര്യം. എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ അതൊന്ന് ചോദിച്ചു പോയി. എന്റെ മാതാവേ, എന്നെ അവളൊരൊറ്റ ആട്ടം. ഭയങ്കര അലമ്പ് പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഈ തള്ള എന്താണ് പറയുന്നത്? നിങ്ങൾ മോറൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, മൊറാലിറ്റിയാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. അതെന്റെ പൗരധർമ്മമാണല്ലോ. ഞാനൊരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് പറയുന്ന സമയത്ത് ഇങ്ങനല്ല അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. തള്ള പഴയ ആളൊന്നും അല്ലാട്ടാ. ഹൈടെക് ഹൈടെക്. അല്ല, നിങ്ങൾ എന്നെ മുമ്പ് ഇതിനെ കുറിച്ച് അതൊന്നും തെറ്റല്ല. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യം അല്ല, അങ്ങനെ പറയുന്നില്ല. പലപ്പോഴും നിങ്ങളെല്ലാവരും പുണ്യാളന്മാരാണ് ഈ ലോകത്തിൽ ആരും ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെ. വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കും. അപ്പൊ സംഭവം ശരിയാണല്ലേ? അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, വൃത്തികെട്ട ചിന്താഗതി. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ട്. ഇതേമാതിരി മറ്റൊരിടത്ത് വർത്താനം പറയരുത്. ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ഇതിന് മറുപടി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല. ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഇതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചതെങ്കിൽ ഞാൻ ഇവിടുന്ന് വോക്കൗട്ട് ചെയ്യുന്നു. സ്വഭാവം ഞാൻ കാണിച്ചു തരാം. ഓ, കുടുംബത്തോട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? എനിക്ക് താല്പര്യമില്ല, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നു. മേലെ ഇമാതിരി കൂളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല് പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഇത്രയും ക്വസ്റ്റ്യൻസും ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് മതി. ഇതെന്നാ പറയുന്നത്? ഇവിടെ പറഞ്ഞ കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പോർട്രേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സാധനം ഇത് മതി. ഒരു തമാശ, അത് മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, തീർന്നില്ലേ? ഇതിനപ്പുറത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ മണ്ടിയാണ്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകും കേട്ടോ. വയ്യ, എനിക്ക് വയ്യ, ഞാൻ ഇന്ത്യ വിടുകയാണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. അവന്മാരെനിക്ക് കാണണ്ട, വെറുത്തുപോയി. എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞ കൊച്ചമ്മയ്ക്കല്ലയോ അതിന്റെ നാണക്കേട്. അതുകൊണ്ട് കമാന്നൊരക്ഷരം ഞാൻ മിണ്ടിയില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. This program is sponsored by